വി പ്രിയദർശിനി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. കല്ലമ്പലം ഡിവിഷനിൽ നിന്നാണ് പ്രിയദർശിനി വിജയിച്ചത്. നാവായിക്കുളം ഡിവിഷനിൽ നിന്ന് വിജയിച്ച ബി മുരളി വൈസ് പ്രസിഡന്റുമാകും. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് ചേർന്നു. നൃപൻ, പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം തന്നെ ബി മുരളി വൈസ് പ്രസിഡന്റുമാകും അല്ലേ? തീർച്ചയായും മനു, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് തുടർച്ചയായി LDF ആണ് ഭരിക്കുന്നത്. ഇപ്പോഴും LDF-നാണ് ഭൂരിപക്ഷം. വി പ്രിയദർശിനിയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി CPIM തീരുമാനിച്ചിട്ടുള്ളത്. പ്രിയദർശിനി കല്ലമ്പലം ഡിവിഷനിൽ നിന്ന് വിജയിച്ച അംഗമാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ തവണയും ഇവർ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. പ്രിയദർശിനി ഈ നിലവിൽ വർക്കല CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് കൂടിയാണ്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ആളിനെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPM തീരുമാനിച്ചിട്ടുള്ളത്. KSKTU-ന്റെ നേതാവും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള ബി മുരളിയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഇദ്ദേഹം നേരത്തെയും തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദവിയിൽ കിളിമാനൂർ ബ്ലോക്കിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം തന്നെ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ മുൻ പ്രസിഡന്റാണ്. KSKTU-ന്റെ നേതാവാണ്. അദ്ദേഹത്തെയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തീരുമാനിച്ചിട്ടുള്ളത്. CPM-ന്റെ തീരുമാനം LDF-ന്റെ ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റി യോഗം ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകുകയായിരുന്നു. നാളെ നടക്കുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഇരുവരും മത്സരിക്കും. ജില്ലാ പഞ്ചായത്തിലെ കക്ഷിനില അനുസരിച്ച് ഇടതുമുന്നണിക്ക് 15ഉം UDF-ന് 13 സീറ്റുകളാണ് ഉള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായി വി പ്രിയദർശിനിയും ഒപ്പം തന്നെ ബി മുരളിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാകും എന്ന കാര്യം ഉറപ്പാണ്. മനു.